ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. ഞാനിന്നേ അരിയും ലേശം ചോറും കൂടി, അരി ഒരു പിടി വെള്ളത്തിലിട്ട് അരിയും ചോറും കൂടി അരച്ചത് നമ്മളെ പച്ചച്ചെമ്മീൻ വറുത്തെടുത്തതുണ്ടല്ലോ, മസാല തേച്ച് വറുത്തെടുത്തത്. അതിൽ സബോളയും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേപ്പിലയും നമ്മുടെ പുതിനയൊക്കെ കൂടെ അരിഞ്ഞിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും ചേർത്ത് അതിലിതാ നമ്മളെ ചെമ്മീൻ വെച്ചിട്ട് ഞാനിങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. ചെമ്മീൻ വറുത്തതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായി മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. കണ്ടോ, അതിന് ചെമ്മീൻ വട എന്ന് പറയും. പിന്നെ നമുക്ക് ലേശം റവയും അരി അരച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് ഉഴുന്നുവട ഉണ്ടാക്കണ മോഡലിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിലിങ്ങനെ കൂട്ടി കുഴച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കണേ അവിടെ. അങ്ങനെ നമ്മൾ എടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ചെമ്മീനും അതിൻ്റെ കൂടെ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതിൽ നമ്മൾ വേറെ കൂട്ടൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ച് തരാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. നന്നായി മുരിഞ്ഞ് വരും. ഇങ്ങനെ കുറച്ച് ചെമ്മീൻ ഇടാതെ ഉണ്ടാക്കണത്. കുറച്ച് ചെമ്മീൻ ഇട്ടിട്ടും കുറച്ച് ചെമ്മീൻ ഇടാതെ. അപ്പോൾ എൻ്റെ മോൾക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വെറുതെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഞാൻ ചെമ്മീൻ ഇടാതെ ഉണ്ടാക്കാൻ വെച്ചിരിക്കും കേട്ടോ. ബാക്കി ഇത് മൊത്തം ചെമ്മീൻ ഇട്ടതാട്ടോ. അപ്പോൾ കണ്ട നല്ല രസത്തിൽ വന്നുകൊണ്ടിരിക്കുന്നില്ലേ. നമ്മളിപ്പോൾ അത് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മറിച്ചിടും.